വികസനത്തിൽ തുല്യത ഉണ്ടാകുമെന്ന ഉറപ്പോടെയാണ് കൊച്ചി തൃക്കാക്കര നഗരസഭയിലെ ഇൻഫോ പാർക്ക് വാർഡിൽ NDA സ്ഥാനാർത്ഥി വിനീത ഹരിഹരൻ ജനവിധി നേടുന്നത്. പൊതുനയ വിദഗ്ധ എന്ന നിലയിൽ ശ്രദ്ധേയായ വിനീത പുതുതലമുറയുടെ രാഷ്ട്രീയ സങ്കല്പങ്ങൾക്ക് ഒപ്പമാണ്. പൊതുസമൂഹത്തിലെ പ്രശ്നങ്ങൾ അറിയുക, അതിനെക്കുറിച്ച് പഠിക്കുക, വിശകലനം ചെയ്യുക, ഒരു പരിഹാരം നിർദ്ദേശിക്കുക, ഏതൊരു ജനപ്രതിനിധിയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷെ ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് തന്നെ ഇതിലെല്ലാം കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അവർ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. തൃക്കാക്കര നഗരസഭയിൽ ഇൻഫോ പാർക്ക് വാർഡിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. വാർഡിലേക്കാണ് ജനവിധി തേടുന്നത്. വിനീത ഹരിഹരൻ നമ്മോടൊപ്പം ചേരുന്നു. ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പൊതുവെ ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? നമ്മൾ ഒരുപാട് പ്രചരണത്തിനും ക്യാമ്പയിനും പങ്കെടുത്തിട്ടുണ്ട്. വലിയ വലിയ ലീഡേഴ്സിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നമ്മുടെ ഫേസും നമ്മളുടെ വോയിസും കൊടുക്കണേ. അപ്പോൾ അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ നിന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഒരു റെസ്പോൺസിബിളായിട്ട് ഒരു റോളാണിത്. പക്ഷേ അതിൻ്റെയൊക്കെ പുറമെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന നമ്മളൊക്കെ പ്രൊഫഷണൽസാണ്. നമ്മൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് ഇവിടെ സൊസൈറ്റീസും കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് വർക്ക്, വികസനത്തിൻ്റെ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങുന്നത്. ഇങ്ങനെ കൗൺസിലർ ഇലക്ഷൻസിന് ഒരു വീടുകളിലും റെസ്പോൺസസ് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. എല്ലാവർക്കും ഒരു മാറ്റം ആവശ്യമുണ്ട്. അവർക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് എറണാകുളം. അതിൽ തന്നെ ഏറ്റവും മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ഥലമാണ് ഇൻഫോ പാർക്ക്. കാരണം ഇവിടുത്തെ ജീവിതശൈലി വേറെയാണ്, ഒരു എൻവയോൺമെൻറ്റ് വേറെയാണ്, വേറെ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ എല്ലാം ഉള്ളതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു സൈഡിൽ നമുക്ക് വളരെ മോഡേൺ ആയിട്ട് ഇൻഫോ പാർക്ക് ഉണ്ട്, വിപ്രോവും ഗ്ലോബലി റിനൗണ്ട് ഏജൻസീസും സ്മാർട്ട് സിറ്റി പോലെ സംഭവങ്ങൾ ഒരു സൈഡിലുണ്ട്. മറ്റേ സൈഡിൽ ഒരു മോസ്ക് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ കുറേ അണ്ടർ ഡെവലപ്ഡ് കോളനീസ് ഉണ്ട്. പാറയ്ക്ക് മുകൾ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ വളരെയധികം അണ്ടർ ഡെവലപ്ഡ് ആയിട്ടൊരു കോളനിയാണ്. കുറേ കാലങ്ങളായിട്ട് അവർ അങ്ങനത്തെ ഒരു വീട്ടിൽ ഡിലാപ്പിഡേറ്റഡ് ഹൗസിൽ താമസിക്കുന്നു. കുടിവെള്ളമില്ല, അങ്ങനത്തെ ഒരു പാവപ്പെട്ട കുടുംബങ്ങളും ഉണ്ട് ഒരു സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വാർഡിൻ്റെ ഒരു നേച്ചർ കണ്ടാൽ തന്നെ കേരളം എങ്ങനെ ഭരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മെയിൻ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈ മെയിൻ റോഡിൻ്റെ വികസനമാണ്. അതൊരു വലിയൊരു ബോട്ടിൽ നെക്ക് തന്നെയാണ്. എറണാകുളത്ത് നിന്ന് ഇവിടെ എത്താനായിട്ട് മോർ ദൻ 1.5 hours എടുക്കും. അതിനെക്കാട്ടിൽ നമ്മൾ വേറൊരു സിറ്റിയിൽ ഫ്ലൈറ്റിൽ എത്തും ആ സമയത്ത്. പിന്നെ കുടിവെള്ളം 3 times a week വരുന്നുള്ളൂ. BJPയുടെ ഒരു 360-degree സൊല്യൂഷൻ ആയിരിക്കും കുടിവെള്ളം, റോഡ്, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മപുരം പ്ലാന്റ് ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ല. നമ്മൾ ഇൻഡോർ പോലെ ഒരു സിറ്റി, സീറോ വേസ്റ്റ് സിറ്റി പോലെ ആക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും തൃക്കാക്കര മുനിസിപ്പാലിറ്റി നമ്മൾ ജയിച്ചെടുത്താൽ. വലിയ നഗരങ്ങളിൽ ഇടപഴകിയിട്ടുള്ള പരിചയമുണ്ട്. ഇവിടുത്തെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നത്തിന് കാരണം എന്തായിരുന്നാണ് കരുതുന്നത്? കോടിക്കണക്കിന് ഒരു റവന്യൂ കിട്ടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. എന്നിട്ടും ജനങ്ങൾക്ക് ബേസിക് കമ്മ്യൂണിറ്റീസ് കിട്ടുന്നില്ല, ബേസിക് സർവീസസ് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഇൻഎഫിഷ്യൻസി മാത്രമാണ്. മോദി ഗവൺമെൻറ്റിൻ്റെ നമുക്ക് നോക്കാം, കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണ് എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് എക്കോണമി, ലാർജസ്റ്റ് എക്കോണമി, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് മാറ്റിയെടുത്തു. അപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റി നമുക്ക് കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആൾക്കാർക്ക് നേരിട്ട് സർവീസസ് എത്തുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഒരു ഗവർണൻസ് ഡെവലപ്മെൻറ്റിൽ ഒരു ഇക്വിറ്റബിൾ ഡെവലപ്മെൻ്റ് ആയിട്ട് മാറിയെടുക്കാനായിട്ടായിരിക്കും ശ്രമം. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വികസനം, ലൈക്ക് നമ്മുടെ തന്നെ നയമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. അത് തന്നെയായിരിക്കും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവുക. എന്തുകൊണ്ട് ഇതുപോലെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൽ ഭാഗമാകുന്നു, പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നു? എങ്ങനെയാണ് അതിലേക്കൊരു ഇറങ്ങാനുണ്ടായ കാരണവും പ്രചോദനം എങ്ങനെയായിരുന്നു? നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ട്രഡീഷണൽ രീതിയിലുള്ള കാഴ്ചപ്പാടല്ല. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്സ് വികസനമാണ്. ബേസിക് യൂണിറ്റ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞ വാർഡാണ്. അപ്പോൾ വാർഡിൽ നമ്മൾ പെർഫോമൻസ് തെളിയിച്ചിട്ട് വേണം നമുക്ക് വാർഡിൽ നിന്ന് പിന്നെ സ്റ്റേറ്റിൽ നിന്ന് നാഷണൽ ലെവലിലേക്ക് പോകാനായിട്ട്. നമ്മുടെ BJPയുടെയും ദീൻദയാൽ ഉപാധ്യായജിയുടെ ഒരു നയമാണ് സാച്ചുറേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത് വിത്ത് ഓൾ ബേസിക് കമ്മ്യൂണിറ്റീസ്. പിന്നെ നമ്മുടെ പോലെ പ്രൊഫഷണൽസ് ഇറങ്ങാനുള്ള ഒരു വളരെ വലിയ ഇൻസ്പിറേഷനാണ് നമ്മുടെ തന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയും. വലിയൊരു അക്ലെയിം പ്രൊഫഷണലാണ്, അക്ലെയിം ബിസിനസ് മാൻ ആണ്. പക്ഷേ അവർ ഇറങ്ങി തിരിഞ്ഞിട്ടുണ്ട് നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഒൺലി എയിം ഇസ് ടു ബ്രിങ് ഇൻ ഗുഡ് ഗവർണൻസ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മളും ഇൻസ്പയർ ആവണത്. തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ഒന്നിച്ചൊന്നായിട്ടുള്ള ഒരു വികസനവും എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന പ്രവർത്തനവും, ഇതാണ് വിനീത ഹരിഹരൻ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. മിഥുൻ അയ്യപ്പൻ, ജനം, കൊച്ചി.